ജുറലിൻ്റെ ഒരു കഴിഞ്ഞ ഒരു 6-7 ഇന്നിങ്സുകളെടുത്ത് നോക്കുകയാണെങ്കിലും തികച്ചും നിരാശാജനകമായ പ്രകടനമാണ് ജുറലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് വിളി വരേണ്ടത് എങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ടെസ്റ്റ് ടീമിൽ കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു സർഫറാസ്. നിലവിൽ സ്പിന്നെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിൽ ഒരാളാണ് സർഫറാസ്. ആദ്യ ഇന്നിങ്സിൽ ഡക്കായി മടങ്ങി, പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിലാണ് 150 റൺ അടിച്ചതുകൊണ്ട് ഇന്ത്യക്ക് ഒരു തിരിച്ചുവരാനുള്ളൊരു അവസരം അവിടെ സർഫറാസ് ഖാൻ ഒരുക്കുന്നത്. റെഡ് ബോൾ ക്രിക്കറ്റിന് പറ്റിയൊരു താരമാണ് ധ്രുവ് ജുറൽ എന്ന് മറ്റ് വിലയിരുത്തുന്ന തരത്തിലേക്ക് ധ്രുവ് ജുറലിൻ്റെ ഇന്നിങ്സ് പോയിട്ടില്ല. ഒരു ബാറ്റർ എന്ന രീതിയിൽ മാത്രം സഞ്ജുവിനെ ടീമിൽ നിലനിർത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം അവിടെയാണ് വരുന്നത്. കാരണം ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പർ റോളിൽ മാത്രമല്ല, ഓപ്പണിംഗ് റോളിൽ പോലും ഇഷാൻ കിഷനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാവുകയാണ്. ഏറെ നിർണായകമായ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്കറിയാം, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സൈക്കിളിൽ ഉൾപ്പെടുന്നതിനാൽ ഇന്ത്യക്ക് ഈ പരമ്പര തൂത്തുവാരിയേ മതിയാവും. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയുള്ളത്. പരിശീലകൻ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചും അതിനിർണായകമാണ്. ഇനി അങ്ങോട്ടുള്ള പോക്ക് ഈ പരമ്പരയെ ആശ്രയിച്ചിരിക്കും. അതിനാൽ തന്നെ വൻ തയ്യാറെടുപ്പുകളാണ് ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ അലട്ടുന്ന ഒരു ഘടകം ബാറ്റിംഗ് ഓർഡറാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യ കാലാകാലങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ ഏറെക്കുറെ ആദ്യ ഒരു 4 ബാറ്റർമാരെ ഇന്ത്യ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം 6-ാം നമ്പറിൽ ആര് ബാറ്റ് ചെയ്യുമെന്നുള്ളതാണ്. 2 ഓപ്ഷനുകളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. 2 താരങ്ങളാണ് പരിശീലകൻ ഗൗതം ഗംഭീറിന് മുമ്പിലുള്ളത്. 6-ാം നമ്പറിൽ ധ്രുവ് ജുറലിനെ കളിപ്പിക്കണോ അതോ സർഫറാസ് ഖാനെ കളിപ്പിക്കണോ എന്നാണ് വരുന്ന ചോദ്യം. ഇരുവരും 6-ാം നമ്പറിൽ ഏകദേശം കഴിഞ്ഞ ടെസ്റ്റുകളിലൊക്കെ കളിച്ചു കഴിഞ്ഞു. പക്ഷേ ആരെ ഉൾപ്പെടുത്തണം എന്നത് ഗംഭീറിനെ അലട്ടുന്നൊരു ചോദ്യമാണ്. അതിന് കാരണം അവരുടെ തമ്മിലുള്ള ഒരു പ്രകടനം തന്നെയാണ്. കാരണം ധ്രുവ് ജുറലിനെ പരിഗണിക്കുകയാണെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലാണ് ധ്രുവ് ജുറലിനെ ടീമിൽ സാധാരണയായി പരിഗണിക്കാറുള്ളത്. പക്ഷേ ഋഷഭ് പന്ത് ടീമിൽ ആദ്യ വിക്കറ്റ് കീപ്പറെ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു 2ാം വിക്കറ്റ് കീപ്പറെ ഉൾപ്പെടുത്തുമോ എന്ന ആശങ്ക ഗംഭീറിനെ അലട്ടുന്നുണ്ട്. മറുവശത്ത് സർഫറാസ് ഖാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിവരുന്ന ആളാണ്. റെഗുലർ ടീമിൽ അങ്ങനെ കളിക്കുന്നില്ലെങ്കിലും ഒരു ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം വെച്ചിട്ട് വീണ്ടും ഒരു അവസരം സർഫറാസ് ഖാന് നൽകുമോ എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അഭിലാദിന് എങ്ങനെയാണ് തോന്നുന്നത്? അതായത് ധ്രുവ് ജുറൽ ആയിരിക്കുമോ അതോ സർഫറാസ് ഖാൻ ആയിരിക്കുമോ ഇന്ത്യയുടെ 6-ാം നമ്പറിൽ ലങ്കയ്ക്കെതിരെ കളിക്കുക? ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ നേരത്തെ മുമ്പ് പലപ്പോഴും സംസാരിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ പലർക്കും അറിയുന്ന കാര്യം പോലെ തന്നെ, ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് ശരിക്കും ഇന്ത്യ. കാരണം മെയിൻ താരങ്ങൾ പലരും ബാറ്റിംഗ് ഓർഡറിലെ പ്രധാന പല താരങ്ങളും റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ചേതേശ്വർ പൂജാര പോയി, അജിങ്ക്യ രഹാനെ പോയി. അപ്പം മൊത്തത്തിൽ അതായത് ടീമിൻ്റെ ഒരു ബിൽഡപ്പ് എങ്ങനെയാണെന്നുള്ള ഒരു ഭയങ്കര ഡൗട്ടാണ് പലർക്കും. അപ്പോൾ ആ സാഹചര്യത്തിലേക്കാണ് ഇപ്പം നമ്മൾ എപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നൊരു ഓപ്പണിംഗ് ലൈനപ്പും ഒരു മിഡിൽ ഓർഡറും ഒരു ലോവർ മിഡിൽ ഓർഡറും ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ടെസ്റ്റ് ടീമിന് അത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരിതാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിലേ വരികയാണെങ്കിൽ ഇപ്പം ധ്രുവ് ജുറലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ട് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് കളിക്കുന്ന ഋഷഭ് പന്താണ്. ഒരു പന്ത് വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ് ഇത്രയും കാലം. ഇപ്പം ധ്രുവ് ജുറൽ എനിക്ക് തോന്നുന്നു 10 ടെസ്റ്റോളം ഇന്ത്യക്ക് വേണ്ടി കളിച്ചു കഴിഞ്ഞു. അതിൽ ജുറലിനെ കളിപ്പിച്ചതൊക്കെയും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ്. പക്ഷേ ജുറലിൻ്റെ ഒരു കഴിഞ്ഞ ഒരു 6-7 ഇന്നിങ്സുകളെടുത്ത് നോക്കുകയാണെങ്കിൽ തികച്ചും നിരാശാജനകമായ പ്രകടനമാണ് ജുറലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പം കഴിഞ്ഞ 2 ടെസ്റ്റ് പരമ്പരകൾ ഇന്ത്യ തോറ്റ സമയത്തും ജുറലിൻ്റെ ബാറ്റിംഗ് വളരെ മോശമായിരുന്നു. കാരണം പലപ്പോഴും ഇപ്പം 6-ാം നമ്പർ എന്ന് പറയുന്ന സമയത്ത് അടുത്തിറങ്ങുന്ന രവീന്ദ്ര ജഡേജയ്ക്ക്, അല്ലെങ്കിൽ അതിന് മുമ്പേ ഇറങ്ങുന്ന രവീന്ദ്ര ജഡേജയ്ക്ക് ഒരു പിന്തുണ കൊടുത്ത് വാലറ്റത്തെ കൂടി സംരക്ഷിച്ച് നിർത്തി ഒരു 40-50 റൺസ് കൂടുതൽ ടീമിന് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ആ ബാറ്റിംഗ് ഓർഡറിൻ്റെ ഒരു എന്താ പറയുക, ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരു പ്ലെയറാണോ ജുറൽ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ജുറലിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തിരികെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സർഫറാസ് ഖാൻ്റെ ഒരു പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ കഴിഞ്ഞ 5-6 രഞ്ജി സീസണിലായി കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം,
കഴിഞ്ഞതിന് മുമ്പത്തെ സീസണിലാണ് തോന്നുന്നു ഡൊണാൾഡ് ബ്രാഡ്മാൻ്റെ ഡൊമസ്റ്റിക്കിലെ ബാറ്റിംഗ് ആവറേജിൽ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ആവറേജ് രണ്ടാമത് ഉള്ളത് സർഫറാസ് ഖാനാണ്. ഇപ്പോൾ 2019-20 സീസൺ നോക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള സീസണുകൾ നോക്കുകയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 900 റൺസിന് മേലെ സ്കോർ ചെയ്യുന്നു, ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്നു. അങ്ങനെ സർഫറാസ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് വിളി വരേണ്ടത് എങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ടെസ്റ്റ് ടീമിൽ കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു സർഫറാസിന് അവസരം കൊടുത്തു. രാജ്കോട്ടിലെ 2 ടെസ്റ്റുകൾ കളിച്ച സമയത്ത് 2 ഇന്നിങ്സുകളിലും അർദ്ധ സെഞ്ചുറിയോട് കൂടിയാണ് സർഫറാസ് കരിയർ തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് ഒരു 150 വന്നു, ഒരു 150 റൺസ് അടിച്ച ഒരു ഇന്നിങ്സ് വന്നു. പക്ഷേ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ സർഫറാസിൻ്റെ ഫിസിക്ക് പറഞ്ഞിട്ട് മാച്ച് ഫിറ്റ്നസ് ഇല്ല എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് സർഫറാസിനെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. ഇതേ മാച്ച് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് ഷമിയെ ഇതിനു മുമ്പത്തെ പരമ്പരയിൽ പുറത്തു നിർത്തിയെന്ന് നമ്മൾ കണ്ടതാണ്. പുറത്തു നിർത്തിയ ആ പരമ്പരയിൽ ഇന്ത്യ തകർന്നടിയുന്ന സമയത്തും രഞ്ജി സീസണിൽ എന്താ പറയുക നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഷമിയെ നമ്മൾ കണ്ടു. അപ്പം അവിടെയാണ് ഈ മാച്ച് ഫിറ്റ്നസ്സും ഈ ടീം ആവശ്യപ്പെടുന്ന ഫിറ്റ്നസ്സും എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു സംശയം വരുന്നത്. അപ്പം മാച്ച് ഫിറ്റ്നസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സർഫറാസ് മാച്ച് ഫിറ്റ് ആണെന്നുള്ളത് നമ്മൾ പറയാം. പക്ഷേ വിരാട് കോഹ്ലിയുടെ ഒരു എന്താ പറയുക ഒരു വിരാട് കോഹ്ലി ടൈം വന്ന സമയത്ത് ഫിറ്റ്നസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ കാര്യങ്ങൾ മാറി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ യോയോ ടെസ്റ്റ് ആയിരുന്നു ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആദ്യം ഉണ്ടായിരുന്ന ഒരു ക്രൈറ്റീരിയ. അത് കഴിഞ്ഞിട്ട് ബ്രോങ്കോ ടെസ്റ്റ് വന്നു. അപ്പം അത് പാലിക്കപ്പെടുക എന്നുള്ളതാണ്. അതിപ്പോൾ ടീമിന് ഒരു എന്താ പറയുക ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരാളും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സർഫറാസ് അത് ചെയ്യുന്നത് നമ്മൾ കണ്ടു. കാരണം 17 കിലോയോളം കുറച്ചിട്ട് പുതിയൊരു രൂപത്തിലാണ് സർഫറാസ് വരുന്നത്. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസമാമിന് ഇതേപോലെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 100 കിലോന് മേലെ ഉണ്ടായിട്ട് ക്രിക്കറ്റ് ത്രൂ ഔട്ട് കളിച്ചൊരു 15 വർഷക്കാലത്തിന് മേലെ ക്രിക്കറ്റ് കളിച്ചൊരു ആളാണ് ഇൻസമാമിൻ്റെ പല റണ്ണൗട്ടുകളും അതായത് ക്രീസിൽ ബാലൻസ് ഇല്ലായ്മയൊക്കെ പലപ്പോഴും ട്രോൾ ചെയ്യപ്പെടും. ഇപ്പോഴത്തെ കാലത്തൊക്കെ ട്രോൾ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഏറ്റവും മികച്ച ബാറ്റർമാരിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിരുന്നു ഇൻസമാം. ഈ ഇൻസമാം ഇതേമാതിരി 2003 വേൾഡ് കപ്പിന് മുമ്പ് ഈ മാച്ച് ഫിറ്റ്നസിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇൻസമാം ഏകദേശം ഒരു 15 കിലോയോളം കുറച്ചിട്ടാണ് 23 വേൾഡ് കപ്പിന് വരുന്നത്. അതിഭീകരമായി ഫെയിലിയർ ആവുന്ന കാഴ്ചയായിരുന്നു ഇൻസമാം ആ വേൾഡ് കപ്പിൽ. പിന്നീട് തിരിച്ച് തൻ്റെ ഒരു നോർമൽ ഒരു എന്താ പറയുക ഒരു ബാറ്റിംഗ് ശൈലിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ വെയിറ്റ് വീണ്ടും ഗെയിൻ ചെയ്യേണ്ടി വന്നു ഇൻസമാമിന്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നിലവിലൊരു സാഹചര്യത്തിൽ ഇതെങ്ങനെ കൺസിഡർ ചെയ്യും എന്നുള്ളത് ഗംഭീറിനും ഗില്ലിനും മുമ്പിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. നമ്മൾ ഓർക്കുന്നുണ്ടാവും ഇവരെ അരങ്ങേറ്റം ടെസ്റ്റിലായിട്ടുള്ള അരങ്ങേറ്റം, അതായത് ഒരേ സമയത്താണ് ഒരേ മത്സരത്തിലാണ് ഈ ധ്രുവ് ജുറേലും സർഫറാസ് ഖാനും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറുന്നത്. അപ്പം സർഫറാസ് ഇറങ്ങുന്ന സമയത്ത് പിതാവിൻ്റെ വൈകാരികമായ ഒരു നിമിഷമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിലാണ് സർഫറാസ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് ക്രിക്കറ്റ് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ടീമിനെ സെലക്ഷൻ അലട്ടുന്നൊരു പ്രശ്നം ഈ 6-ാം നമ്പറിൽ എങ്ങനെയാണ് ടീമിന് വരുന്ന വാലറ്റത്തിനൊക്കെ ഒരു പിന്തുണ എങ്ങനെ നൽകും എന്നാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ടീം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ഏകദേശം ജയ്സ്വാളും രാഹുൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1 ഡൗൺ ആയിട്ട് ദേവദത്ത് പടിക്കലായിരിക്കും എന്ന കാര്യത്തിലും ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ഈ 3-ാം നമ്പറിലൊക്കെ ഈ നിലവിൽ സാഹചര്യത്തിൽ മറ്റൊരു ഓപ്ഷൻ ഇന്ത്യക്കില്ല. ഈ എന്താ പറയുക സന്നാ മത്സരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. ജുറലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജുറൽ ഈ സന്നാ മത്സരത്തിലെ 2 ഇന്നിങ്സിലും ഫ്ലോപ്പായിരുന്നു. സായ് സുദർശന് പരിക്കേറ്റത് ദേവദത്ത് പടിക്കലിന് ഒരു 1 ഡൗൺ പൊസിഷൻ ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. 4-ാം നമ്പറിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നായകൻ ഗില്ല് തന്നെയായിരുന്നു കളിക്കുക. അപ്പോൾ 5-ാം നമ്പറിൽ ഋഷഭ് പന്ത് ആയിരിക്കുന്ന കാര്യത്തിലും തർക്കങ്ങളില്ല. കാരണം ആദ്യത്തെ ഒരു 5 ബാറ്റർമാർ ഇന്ത്യ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ബാറ്റിംഗ് ഓർഡർ ഓക്കെയാണ്. ഇനി 6-ാം നമ്പറിലാണ് ആരെ കളിപ്പിക്കുന്നുള്ളൊരു ചോദ്യം. അവിടെയാണ് ഈ ധ്രുവ് ജുറലാണോ സർഫറാസ് ഖാനാണോ ആവശ്യം എന്ന ഒരു ചോദ്യം വരുന്നത്. സർഫറാസ് ഖാനെ ടീമിൽ എടുക്കേണ്ടതിന് കുറേ ഗുണങ്ങൾ അഡ്വാൻറ്റേജ് സർഫറാസ് ഖാൻ ഉണ്ട്. കാരണം ഈ ഇത്തരം പിച്ചുകളിൽ സ്പിന്നിനെ വളരെ മനോഹരമായിട്ട് നേരിട്ട റെക്കോർഡുകൾ. നിലവിൽ സ്പിന്നിനെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിൽ ഒരാളാണ് സർഫറാസ്. പിന്നെ വെച്ചാൽ ഇന്ത്യൻ ഡൊമസ്റ്റിക്കിൽ നന്നായിട്ട് കളിച്ചു വരുന്നതാണ്. ഏകദേശം അതിനോട് സാമ്യമുള്ള പിച്ചുകൾ തന്നെയാണ്. അപ്പം നോക്കിയാൽ സ്പിന്നിനെ ഇന്ത്യ 3 സ്പിന്നർമാരെ വെച്ച് കളിപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്തരം സാഹചര്യത്തിൽ ജുറലിനേക്കാളും ബെറ്റർ ഓപ്ഷൻ സർഫറാസ് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്.
കാരണം സർഫ്രാസ് ഖാൻ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അതെ പിന്നെ സ്പിന്നിനെ കളിക്കുന്നത് മാത്രമല്ല, പെട്ടെന്ന് കളിയുടെ മൊമെൻ്റം മാറ്റാൻ സർഫ്രാസ് ഖാന് അതെ അതിഗംഭീരമായിട്ട് സാധിക്കും. കാരണം ഇപ്പം ടീമിന് വിക്കറ്റ് തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ ഒരു ഹോൾഡ് തകർത്തടിക്കും ചെയ്തിട്ടൊക്കെ ക്ഷമയോടെ സ്പിന്നെ നേരിട്ട് കളിക്കാൻ സർഫ്രാസ് ഖാന് കഴിയും. അതല്ല റണ്ണ് അതൊക്കെ ഈ സെക്കൻഡ് ഇന്നിങ്സൊക്കെ ആക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ റണ്ണ് കണ്ടെത്താൻ ഒരു അതെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ബാറ്റിംഗ് ശൈലി മാറ്റാൻ പെട്ടെന്ന് കളിയുടെ ഒരു മൊമെൻ്റം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു താരമാണ് അതെ സർഫ്രാസ് ഖാൻ. നമ്മളത് പല മത്സരങ്ങളിലും കാണുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കിവീസിനെതിരെ ആദ്യത്തെ അതെ അന്നേരം 4-ാം നമ്പറിലാണ് കിവീസിനെതിരെ സർഫ്രാസ് ഖാൻ അതെ കളിക്കുന്നത്. ആദ്യ ഇന്നിങ്സിൽ ഡക്കായി മടങ്ങി. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിലാണ് 150 റൺ അടിച്ചതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് ഒരു തിരിച്ചു വരാനുള്ളൊരു അവസരം അവിടെ സർഫ്രാസ് ഖാൻ ഒരുക്കുന്നത്. മത്സരം ഇന്ത്യ തോറ്റു എന്നിരുന്നാൽ പോലും അങ്ങനെ ഉം. കളിയുടെ ഒരു മൊമെൻ്റം മാറ്റുന്ന തരത്തിലേക്ക് സർഫ്രാസ് ഖാൻ പലപ്പോഴായിട്ട് ടെസ്റ്റ് ടീമിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് നമ്മൾ ധ്രുവ് ജുറലിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ നേരത്തെ ഉയരുന്നൊരു വിമർശനം, അതായത് ഈ സായ് സുദർശൻ്റെ കാര്യത്തിലും വരുന്നൊരു വിമർശനം, ഈ T20 ക്രിക്കറ്റിൽ കളിച്ചു വന്ന താരങ്ങളെ റെഡ് ബോൾ ക്രിക്കറ്റിൽ എത്രമാത്രം പാകമാവും എന്നൊരു ചോദ്യം. കാരണം T20 ക്രിക്കറ്റിൻ്റെ ശൈലിയും സ്വഭാവവുമല്ല റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ. റെഡ് ബോൾ ക്രിക്കറ്റിൽ കൂടുതലായിട്ട് ക്ഷമയോടെ കളിക്കേണ്ട ഒരു സ്പിന്നിനെ ക്ഷമയോടെ നേരിടേണ്ടി വരും. ലോങ് ഇന്നിങ്സുകൾ ബിൽഡ് ചെയ്യേണ്ടി വരും. അതിന് പ്രത്യേകിച്ച് 6-ാം നമ്പറിൽ കളിക്കുമ്പോൾ അത്തരം ഇന്നിങ്സുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ധ്രുവ് ജുറലിന് എത്രത്തോളം സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. നേരത്തെ കൃത്യമായിട്ട് ധ്രുവ് ജുറലിൻ്റെ കഴിഞ്ഞ ഒരുപാട് നാളുള്ള ഇന്നിങ്സുകൾ ചൂണ്ടിക്കാട്ടി. അതൊക്കെ വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു. കാരണം ഒരു പറയത്തക്ക ഇന്നിങ്സുകൾ എനിക്കൊന്നു ഇന്ത്യ ഏകായി കളിക്കുമ്പോൾ ഒരു സെഞ്ചുറി മാത്രമാണ് പറയത്തക്ക അതെ ഈ സമീപകാലത്ത് ആയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു മികച്ച ഇന്നിങ്സ്, അതായത് റെഡ് ബോൾ ക്രിക്കറ്റിന് പറ്റിയൊരു താരമാണ് ധ്രുവ് ജുറൽ എന്ന് മറ്റ് വിലയിരുത്തുന്ന തരത്തിലേക്ക് ധ്രുവ് ജുറലിൻ്റെ ഇന്നിങ്സ് പോയിട്ടില്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സർഫ്രാസിനെ കാര്യം റെഗുലറായിട്ട് ഇന്ത്യയുടെ ടീമിൽ കളിക്കുന്നൊരു താരമാണ്. സർഫ്രാസ് അങ്ങനെ റെഗുലറായിട്ട് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുന്ന ഒരു താരമല്ല ഈ അടുത്ത കാലത്ത്. ധ്രുവ് ജുറൽ സ്ഥിരമായിട്ട് ടീമിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ടീമുമായിട്ടുള്ളൊരു ബാലൻസ് സഹായിക്കുന്നത് ധ്രുവ് ജുറലിനെയാണ്. അപ്പോൾ അത് ആ ഘടകം പരിഗണിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെയുള്ളത് ഒരു അഡ്വാൻറ്റേജ് ഈ വിക്കറ്റ് കീപ്പർ സെലക്ഷനാണ്. അതായത് ഋഷഭ് പന്ത് ടീമിലെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആകുമ്പോൾ ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ഓപ്ഷനായിട്ട് ഉപയോഗിക്കുമോ, വേണമെങ്കിൽ റെഡ് അതെ ബോൾ ക്രിക്കറ്റ് ആയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ധ്രുവ് ജുറലിനെ സംബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമല്ല ഈ കഴിഞ്ഞ എല്ലാ ഫോർമാറ്റിലും ഈ വിക്കറ്റ് കീപ്പറിൻ്റെ ഒരു പ്രശ്നം ഇന്ത്യൻ ടീമിനെ അലട്ടുന്നുണ്ട്. ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആരെ കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യം. നമ്മൾ ഈ T20 ക്രിക്കറ്റ് പരിഗണിക്കുകയാണെങ്കിൽ അവിടെയുമുണ്ട്. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി കളിപ്പിക്കണോ, ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറായി കളിപ്പിക്കണോ, അതെ അവിടെയാണ് സഞ്ജുവിന് അവസരം നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു പ്രധാന കാരണമാകുകയാണ്. ഇഷാൻ കിഷൻ ഫോമിൽ ബാറ്റർ എന്ന നിലയിൽ ഫോമോടെ കളിക്കുമ്പോഴും ഒരു വിക്കറ്റ് വിക്കറ്റ് കീപ്പർ കീപ്പറായിട്ട് സഞ്ജുവിന് പകരം ഇഷാൻ കിഷനെ കളിപ്പിക്കാം അതെ എന്ന് സെലക്ടർമാർക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ്. കാരണം ഒരു ബാറ്റർ എന്ന രീതിയിൽ മാത്രം സഞ്ജുവിനെ ടീമിൽ നിലനിർത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം അവിടെയാണ് വരുന്നത്. കാരണം ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പർ റോളിൽ മാത്രമല്ല ഓപ്പണിംഗ് റോളിൽ പോലും ഇഷാൻ കിഷനെ നമുക്ക് അതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. അതാണ് സഞ്ജുവിന് തിരിച്ചടിയായിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ ഏകദിനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രാഹുലുണ്ട്, കേരള ഋഷഭ് പന്ത് ഉണ്ട്. അവിടെയാണ് ഋഷഭ് പന്ത് ഫോം ഔട്ട് ആകുമ്പോഴാണ് സഞ്ജുവിനെ കളിപ്പിച്ചുകൂടെ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. കാരണം അങ്ങനെ ഫോമില്ലാത്തൊരു താരത്തെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് മാത്രം ടീമിൽ അതെ നിലനിർത്തേണ്ട കൺസിഡർ ചെയ്യണം ആവശ്യമില്ല. ആ അവസ്ഥ തന്നെയാണ് ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ചുള്ളത്. ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ മാത്രം ധ്രുവ് ജുറലിനെ നിലനിർത്തേണ്ടതുണ്ടോ, അങ്ങനെ വേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് എത്തുന്നതെങ്കിൽ ഉറപ്പായും സർഫ്രാസ് ഖാന് നിരക്ക് വീണു. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏകദേശം 17 സെഞ്ചുറികളും 16 അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുള്ള ഒരു താരമാണ് സർഫറാസ്. കൂടാതെ ട്രിപ്പിൾ സെഞ്ചുറി ഉണ്ട്. കഴിഞ്ഞ കുറേ രഞ്ജി സീസണുകളിലെ ഡൊമസ്റ്റിക്കിൽ എല്ലാത്തിലും മികച്ച രീതിയിൽ കളിച്ചു വരുന്ന ഒരു താരമാണ്. പലപ്പോഴും ഈ ഫിറ്റ്നസിൻ്റെ കാര്യം പറഞ്ഞിട്ട് മാറ്റി നിർത്തുമ്പോൾ പോലും സുനിൽ ഗവാസ്കർ അടക്കമുള്ള VVS ലക്ഷ്മൺ അടക്കമുള്ള മുൻ താരങ്ങൾ സർഫറാസിന് വേണ്ടി രംഗത്ത് വരുന്നത് കൂടി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അറിഞ്ഞിട്ടാണ്, ആ പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പം ഒരു താരത്തിന് തന്നെ സ്ഥിരമായ അവസരങ്ങൾ കൊടുക്കുകയും മറ്റൊരു താരത്തിന് അവസരം കൊടുത്ത് 1-2 മത്സരങ്ങളിൽ ഫെയിലിയർ ആവുന്ന സമയത്ത് ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നതും സഞ്ജുവിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സഞ്ജുവിനോട് കാണിച്ച ഒരു അനീതി ടെസ്റ്റിൽ സർഫറാസിനോട് കാണിക്കരുത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ആ ഒരു കാര്യം ഇന്ത്യ ടീം പരിഗണിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ്. ഒരു ടെസ്റ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ടോപ്പ് ഓർഡറിലേക്കും കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയറാണ് സർഫറാസ്. കാരണം ക്രീസിൽ എന്താണോ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത്, ടെസ്റ്റിലെ സിറ്റുവേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്തത് അതിനനുസരിച്ചിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ്. കൃത്യമായിട്ട് ക്ഷമയോടെ ബോൾ ഫേസ് ചെയ്തിട്ട് പന്തുകൾ അതിൻ്റെ മെറിറ്റിനനുസരിച്ചിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് സർഫറാസ്. അതുകൊണ്ട് തന്നെ
ജുറലിന് ഇത്രയും അവസരങ്ങൾ കൊടുത്തിട്ട് എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ തന്നെ ജുറൽ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടീമിൽ. കാരണം ആ പൊസിഷൻ സംരക്ഷിക്കണോ അല്ല മറ്റൊരാളെ കളിപ്പിക്കണോ എന്നുള്ളത്. അപ്പം ഗംഭീർ പുതിയ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ടീം മാനേജ്മെൻറ്റ് ജുറലിന് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ടീമിൽ അവസരം ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗംഭീർ തുടർന്ന് വരുന്നൊരു നയം അതാണ്. ടീമിന് വേണ്ടി പെർഫോം നിങ്ങൾക്ക് ഇന്ത്യൻ ടീം കളിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 100% ടീമിന് വേണ്ടി കൊടുക്കണം എന്നുള്ളത്. പല താരങ്ങളെയും ഇതേപോലെ ഇപ്പോൾ ടെസ്റ്റിലാണെങ്കിലും T20-യിലാണെങ്കിലും ഇക്കാര്യം പറഞ്ഞ് മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ പറയുക, പെർഫോം ചെയ്യുന്ന താരത്തിന്, പൊട്ടൻഷ്യലുള്ള താരത്തിന്, കൃത്യമായിട്ട് ടീമിൻ്റെ ആവശ്യം അറിഞ്ഞ് പെർഫോം ചെയ്യുന്ന താരത്തിന് അവസരം കൊടുക്കണം തന്നെയാണ് പറയാനുള്ളത്. അത് തന്നെയായിരിക്കും ടീം സെലക്ഷൻ കമ്മിറ്റിയും ചെയ്യുക. അങ്ങനെ ടീമിന് വേണ്ടി കളിക്കുന്നൊരു താരത്തിന് അവസരം കൊടുക്കുമായിരിക്കും. നമ്മളും ഏതായാലും കാത്തിരിക്കുകയാണ്. ധ്രുവ് ജുറലായിരിക്കും അതോ സർഫറാസ് ഖാൻ ആയിരിക്കും, ആരായിരിക്കും ശ്രീലങ്കയ്ക്കെതിരെ ഒരു 6ാം നമ്പറിൽ കളിക്കുക? ഇനി ആ പരമ്പര വളരെ നിർണായകമാണ്. പരമ്പരയിലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.